നവരാത്രിയുടെ 9 ദിവസങ്ങൾ ദേവീപൂജയ്ക്കും ദേവീ ഉപാസനയ്ക്കും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളിലായി ആരാധിക്കാനുള്ള പുണ്യവേളയാണ് നവരാത്രിക്കാലം. എല്ലാവരും ദേവീ ഉപാസനയിലാണെന്ന് അറിയാം. നവരാത്രി 2-ാം ദിവസം നാം പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിയെയാണ്. ബ്രഹ്മചാരിണി ദേവി പാർവതി ദേവിയുടെ ആദിരൂപമാണ്. ശിവനെ വിവാഹം കഴിക്കാൻ വേണ്ടി ദേവി കഠിനമായ തപസ്സനുഷ്ഠിച്ചു. ആദ്യം 1000 വർഷം പഴങ്ങളും പൂക്കളും മാത്രം ഭക്ഷിച്ചു. അടുത്ത 1000 വർഷം സസ്യങ്ങളെ മാത്രം ആശ്രയിച്ചു. പിന്നീട് ഉണങ്ങിയ ഇലകൾ മാത്രം ഭക്ഷിച്ചു. ഇതിനുശേഷവും ദേവി തപസ് തുടർന്നു. വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ചു. ഈ കഠിനമായ ഭക്തി കണ്ട ദേവന്മാരും സപ്തർഷികളും ദേവിക്ക് അനുഗ്രഹം നൽകി. അപ്പോഴാണ് ദേവിക്ക് അപർണ എന്ന പേര് ലഭിച്ചതത്രേ. ശിവനെ വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവി കഠിനമായ തപസ് ആരംഭിച്ചത്. ഈ ദേവീരൂപമാണ് ബ്രഹ്മചാരിണി ദേവിയുടേത്. ഇനി ബ്രഹ്മചാരിണി ദേവിയുടെ ധ്യാനം കേൾക്കാം. ദധാനാകരപത്മാഭ്യാം അക്ഷമാലാകമണ്ഡലു ദേവീ പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമാ. നവരാത്രിയിൽ 2-ാം ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു. ഇടതുകൈയിൽ കമണ്ഡലവും വലതുകൈയിൽ അക്ഷമാലയും ഏന്തി ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവഭക്തിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്തു. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. ഓം ബ്രഹ്മചാരിണി ദേവിയെ നമഃ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി.